നമ്മുടെ വീടുകളിൽ ഒരു പുതിയ കുഞ്ഞുണ്ടാകാൻ പോകുന്നു, വരാൻ പോകുന്നു എന്നുള്ള അറിയിപ്പ് കിട്ടുമ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ചിലപ്പോഴെല്ലാം അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങാറുണ്ട്. അങ്ങനൊരു വിശേഷം നമ്മുടെ വീട്ടിൽ, വിശേഷമെന്നാണ് നമ്മൾ പറയുക, വിശേഷമുണ്ടോ എന്നാണ് ചോദിക്കുക. അതിനുവേണ്ടി ഒരുങ്ങാറുണ്ട്. അങ്ങനെ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആ ഒരു വ്യക്തി പുതുതായി ഒരവസ്ഥയിലേക്ക് കടക്കാൻ പോവുക, ഒരു ജീവനുള്ളിൽ മറ്റൊരു ജീവൻ വരാൻ പോവുക. ആ ഒരുക്കം വളരെ നല്ല ഭക്ഷണക്രമങ്ങളിൽ കൂടെ, ന്യൂട്രീഷനും മിനറൽസും അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ട് കിട്ടത്തക്ക വിധത്തിലുള്ള ഭക്ഷണക്രമങ്ങളിലൂടെ നല്ല ജീവിത ശൈലികളിൽ കൂടെ കടന്നു പോകുന്നൊരു സമയമാണ്. മെറ്റേണൽ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ പലരുടെയും തെറ്റിദ്ധാരണ പ്രഗ്നൻസി ടൈമിൽ ഒബ്സ്ട്രിക് ആ ഒരു കൺസേൺ ഉള്ള ന്യൂട്രീഷനെ കുറിച്ചാണെന്നല്ല. നമ്മൾ ഒരു പ്രഗ്നൻസിയെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ന്യൂട്രീഷൻ ബാലൻസിങ് കറക്റ്റായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. ആ പ്രഗ്നൻസിയുടെ ടൈം മുഴുവനും അത് മാനേജ് ചെയ്യണം. അതിനുശേഷം പോസ്റ്റ് പാർട്ടം ടൈമിലും ആ ന്യൂട്രീഷൻ ബാലൻസിങ് കീപ്പ് ചെയ്യണം. ഇത് ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം നിലനിർത്തുന്നതിന് ആവശ്യമാണ്. രണ്ടുപേരും ഈ അമ്മ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നാണ് ഈ ന്യൂട്രീഷനെ എടുക്കുക, ഗ്രോത്തിനെ ബിൽഡ് ചെയ്യുക. അണ്ടർ വെയ്റ്റും ഓവർ വെയ്റ്റും ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് വേണ്ടുന്നത്. അത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ റിച്ച് ആയിരിക്കണം. നമുക്ക് അറിയാം, ഫോളിക് ആസിഡും അയണും കാൽസ്യം ഒക്കെ ഈ സമയത്ത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഫുഡ് അത്ര നല്ലതല്ലെങ്കിൽ ഇത് സപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും. അതൊരു ആർട്ടിഫിഷ്യൽ ഇൻടേക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രോബ്ലംസിനെ നമ്മൾ ഫേസ് ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം. അതർവൈസ് നമുക്ക് ഫുഡിൽ വളരെ കൃത്യമായ ന്യൂട്രീഷൻ റിച്ച് ആയിരിക്കാനായിട്ട് നമ്മുടെ ഒബ്സ്ട്രിക് പേഷ്യൻസിൻ്റെ അസസ്മെൻറ്റ് കൃത്യമായും നടത്തണം. അതിൽ ന്യൂട്രീഷൻ അസസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റിനാറ്റൽ കാർഡിനകത്ത് ഇവർക്ക് കൊടുക്കുന്ന ന്യൂട്രീഷണൽ അസസ്മെൻറ്റ് ഡോക്യുമെൻ്റ് ചെയ്യണം. അത് കഴിയുമെങ്കിൽ ഈ മെറ്റേണൽ അസസ്മെൻറ്റ് ഓഫ് ന്യൂട്രീഷൻ വാല്യൂസ് ഫൈൻഡ് ചെയ്യുക, പുതിയ അഡ്വൈസ് കൊടുക്കുക, ഇത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. സോ ഒരു ഡയറ്റീഷ്യൻ വളരെ കൃത്യമായും കെയർ ചെയ്ത് അവരുടെ മെറ്റേണൽ ന്യൂട്രീഷൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണം എന്നതാണ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയിൽപ്പെട്ട എച്ച്. COP 10H says that obstetric patients assessment also includes maternal nutrition. അസസ്മെൻറ്റിൽ മെറ്റേണൽ ന്യൂട്രീഷൻ ഇൻക്ലൂഡ് ചെയ്യണം.